എല്ലാം മാലയും മൗലിദും കുതുബിയത്തും ദിക്റും സ്വലാത്തും മങ്കൂസു മൗലിദും പതിവാക്കിയവരാണ്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയവരാ. ഇവരൊക്കെ പോണത് നരകത്തിലാ. എന്നാ നമ്മൾ ഇൻഷാ അല്ലാഹ് അവരൊപ്പം നരകത്തിൽ പോകാൻ തീരുമാനിക്കുക. നിങ്ങൾ ഒരിക്കല്ലേ ഞമ്മക്ക് മമ്പുറം തങ്ങൾ നരകത്തിലേക്കാ പോകണം. എന്നാ ഞമ്മക്ക് ആ നരകത്തിൽ പോവാ. സക്കരിയ സ്വലാഹി പോണ സ്വർഗത്തിലേക്ക് തൽക്കാലം നമ്മളില്ല. കാരണം എന്താ? ഈ സാലിഹീങ്ങളൊക്കെ പോകുന്ന നരകത്തിലേക്ക്. എന്താ കാരണം? മുഹമ്മദ് നബിയെ വിളിച്ചു, ശിർക്കാണ്. ബദരീങ്ങളെ വിളിച്ചാലോ അത് കിർക്കാണ്. മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാ സ്വർക്കാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ കിർക്കാർക്കാ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കുക, ഇങ്ങനെ മുൻഗാമികളായ സ്വാലിഹീങ്ങളെ മുഴുവനും തള്ളുക. ഇന്നലെ വിനീതനായ ഞാൻ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ തിരുഹളറത്തിൽ വെച്ച് ഒരാഴ്ച മുമ്പ് നിങ്ങളുടെ ഈ ചാമക്കാലയിൽ കുറച്ചു മുമ്പ് വന്നിട്ട് ഈ മണ്ണ് മലീമസപ്പെടുത്തി പോയ മനുഷ്യൻ അവിടെ ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. ഇന്നലെ അവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ എന്നോട് ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ ആ സദസ്സിനെ കേൾപ്പിച്ചപ്പോ പ്രായമുള്ള കാരണവന്മാരുടെ ഈമാൻ കേറിയ രംഗം നേരിട്ട് ഞാൻ കണ്ടു. കാരണം ഈമാൻ തളക്കാതിരിക്കും. എന്താ പറയുന്നതെന്നറിയോ? മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാകുന്നു. അതുകൊണ്ട് സുന്നികൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാകുന്നു, വിഗ്രഹാരാധകരാകുന്നു. കാല മുജാഹിദ് ബാലുശ്ശേരി റളിയല്ലാഹു അൻഹു പറയണ്ട കേട്ടോ. മുജാഹിദ് ബാലുശ്ശേരി എന്നിട്ട് മൂപ്പര് അവിടുന്ന് പറഞ്ഞ എന്താ അറിയോ? എന്നെ 13 വയസ്സിൽ എന്റെ വാപ്പ പ്രസംഗിക്കാൻ വിട്ടതാ. എത്ര വയസ്സിൽ? 13 വയസ്സിൽ. ആ 13 വയസ്സിൽ ഞാൻ പ്രസംഗം തുടങ്ങി. ഇക്കിന്റെ വാപ്പ മുജാഹിദ് നിന്ന് പേരുവിട്ടു. അതുകൊണ്ട് ജനങ്ങൾക്കൊക്കെ എന്നെ വല്ലാത്ത പേടിയാണ്. സുബ്ഹാനല്ലാഹ്. അതേ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് പറ്റിയ നല്ല പണി എന്താ? റോഡ് സൈഡിൽ ഒരു LCD വെക്കുക, എന്നിട്ട് അതിൽ കാസറ്റ് വിടുക. നിങ്ങളെ ഇടമുട്ടത്ത് വന്നിട്ട് പ്രസംഗിച്ചാൽ ഞാൻ ആ ക്ലിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു LCD വെക്കുക, എന്നിട്ട് അതിൽ ഒരു CD കാസറ്റ് വിടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിലടച്ചിട്ടോ കുത്തിരിക്കുക. ഏറ് കിട്ടുകയാണെന്ന് LCDക്ക് കിട്ടിക്കോളൂ. ഈ ആളെ പേരാ മുജാഹിദ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ധീരൻ. ഈ ധീരന്റെ കോലെന്താ? LCD റോട്ടിൽ വെക്കുക, അടുക്കളയിൽ പോയിട്ട് ഒളിച്ചുത്തിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ, മൗനജാഥ എന്ന് പറഞ്ഞാൽ മുണ്ടാണ്ടടക്കള, അത് മൗനജാഥ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഇതേ രൂപത്തിൽ ഈ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കുക എന്ന അജണ്ടയാണ്. അതിലേറ്റവും പ്രധാനമായ ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി റസൂലുള്ളാഹിനെ തരം താഴ്ത്തുക. വിശദീകരിച്ച് പറയേണ്ടതുണ്ട്, ആവശ്യമായ നമുക്ക് പിന്നീടാകാം എന്ന് ഓർമ്മപ്പെടുത്തി, ഇത്തരം കപട വിശ്വാസികളുടെ വഞ്ചനകളിൽ നിങ്ങളാരും പെട്ടുപോകരുത്. ഇവർക്ക് ബാധിച്ചതെന്താണ്? ഖൽബിന്റെ രോഗമാണ്. ഞാൻ ആ ഒറ്റ വിഷയം മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനയിലൂടെ കപട വിശ്വാസികളുടെ ലക്ഷണം പഠിപ്പിച്ച സൂറത്ത്, കപട വിശ്വാസികളുടെ അടയാളം മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ച സൂറത്തുൽ മുനാഫിഖൂനയിൽ കാണാം. വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അവരോട് പറയപ്പെട്ടാൽ, മുനാഫിഖീങ്ങളോട്, കപട വിശ്വാസികളോട്, പേര് മുജാഹിദാണ്, പേര് അബ്ദുൽ ഖുദ്ദൂസാണ്, പേര് അബ്ദുൽ ജബ്ബാറാണ്, അബ്ദുൽ ശുക്കൂറാണ്, നല്ല പേരാണ്. ഖൽബിൽ ഈമാനില്ല, റസൂലുള്ളാഹിനെ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചിട്ടില്ല. അങ്ങനത്തവർക്ക് പറയുന്ന പേരാണ് കപട വിശ്വാസികൾ, മുനാഫിഖുകൾ. ആ കപട വിശ്വാസികളോട് നിങ്ങൾ പറയുക, കപട വിശ്വാസികളോട് പറയപ്പെട്ടാൽ, വഇദാ ഖീല ലഹും തആലൂ, വരൂ മുനാഫിഖുകളെ, വരൂ കപട വിശ്വാസികളെ, യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, യജമാനനായ റബ്ബിനോട്, നേതാവായ റസൂലുള്ള, അനുയായികളായ നമുക്ക് വേണ്ടി ഇതാ പാപമോചനത്തിനു വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടി ദോഷം പൊറുപ്പിക്കാൻ റസൂലുള്ള ശുപാർശ ചെയ്യുന്നുണ്ട്. ആ സദസ്സിലേക്കൊന്നു വരൂ മുനാഫിഖുകളെ എന്ന് പറഞ്ഞ് കപട വിശ്വാസികളെ വിളിച്ചാൽ അവര് പറയുന്ന മറുപടി എന്താണ്? ലവ്വൗ റൂസഹും, അവര് തലയങ്ങ് ആട്ടിക്കളയും. എന്താണ് അവര് പറയുക? ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളെ പടച്ചോനോട് നേരിട്ട് പറഞ്ഞാ പോരെ? അതിന്റെ ഇടയിൽ ഒരു മധ്യവർത്തി വേണോ? അതിന്റെ ഇടയിൽ ഒരു മുഹമ്മദ് നബി വേണോ? ഒരു മുഹിയുദ്ദീൻ ശൈഖ് വേണോ? മമ്പുറം തങ്ങൾ വേണോ? ഉമർ ഖാദി വേണോ? മഹാന്മാര് വേണോ? വേണ്ട. നമ്മൾ ചെയ്ത തെറ്റ് നമ്മളെ പടച്ചോനോട് നമുക്കങ്ങ് ഡയറക്റ്റ് പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞവര് തലയങ്ങ് ആട്ടിക്കളയും. വറഅയ്തഹും യസുദ്ദൂന, അവര് തിരിഞ്ഞങ്ങ് പോകുന്നത് കാണാം.
കാണാം നബിയേ. ആരാണവർ? വഹും മുസ്തക്ബിറൂൻ, അവരഹങ്കാരികളാണ് നബിയേ, കിബറന്മാരാണ് നബിയേ. കൽബ് മുഴുവനും കിബറാണ്, അഹങ്കാരമാണ്. ഇത് മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് സൂറത്തുൽ മുനാഫിഖൂനയിൽ രേഖപ്പെടുത്തിയതാണ്. ഇതേ ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷികൾക്ക് കാണുന്നില്ലേ? വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിക്കാനൊന്ന് വിളിച്ചോ. ഓ മുജാഹിദുകളെ, വരൂ നിങ്ങൾ.